ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് ഗോൾഡൻ ഡാലിയാണ്. ഗോൾഡൻ ഡാലിയ ഒരുപാട് പേര് മുൻപ് ചോദിച്ചിരുന്ന പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ടോയെന്ന് നമ്മൾ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ടായിരുന്നു. ഇതാണ് ഗോൾഡൻ ഡാലിയയുടെ പൂക്കൾ വരിക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ കുലകളായിട്ട് പൂക്കളുണ്ടാവും. ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക. കുറച്ച് വലിയ പ്ലാന്റ് ആണ്. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് മുട്ടുകൾ. ഇതുപോലെയാണ് പ്ലാന്റ്സിലെ മുട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മെഡിനില്ല പ്ലാന്റ്സ് ആണ്. മെഡിനില്ലയുടെ പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ് മെഡിനില്ല. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ 2 കളേഴ്സാണ്. ആദ്യത്തേത് ഈ ഒരു പർപ്പിൾ കളർ, നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ ലീഫ് വരുന്ന പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ. വളരെ പെട്ടെന്ന് തന്നെ പോട്ടിലൊക്കെ വെച്ചാൽ നിറഞ്ഞു വരും. രണ്ടാമത്തത് ഈ ഒരു കളറാണ്, ട്രൈ കളർ പൊട്ടറ്റോ വൈനാണിത്. പിങ്കും വൈറ്റും ഗ്രീനും കൂടെയൊക്കെ ചേർന്ന് വരുന്ന ഒരു വേരിഗേറ്റഡ് പ്ലാന്റ്. ഇതിന് രണ്ടിനും 15 രൂപ വീതമാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് കാറ്റ്സ് ക്ലോ ആണ്. കാറ്റ്സ് ക്ലോയുടെ പൂക്കൾ എല്ലാവർക്കും അറിയാം. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പിങ്ക് ലേഡിയാണ്. പിങ്ക് ലേഡി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സെയിലിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പ്ലാന്റ്. അപ്പോൾ പിങ്ക് ലേഡി പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് പോട്ടോട് കൂടി തന്നെ ആയിരിക്കും. കാരണം ഇത് മണ്ണിൽ നിന്ന് വേർപെടുത്തി അയച്ചാൽ മറ്റ് പ്ലാന്റ്സ് പോലെയല്ല, ചിലപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടിയെന്ന് വരത്തില്ല. നമ്മളിത് ഈ പോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പിങ്ക് ലേഡി പ്ലാന്റ്സിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് പ്ലംബാഗോ നീലക്കുടുവേലിയാണ്. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. അതിൻ്റെ പൂക്കളെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. നട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് പ്ലംബാഗോ. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഒരു പ്രത്യേക നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. അതുപോലെ ചെടി നിറയെ ഒരുമിച്ച് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇതാണ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് പെഡിലാന്തസ് പ്ലാന്റ് ആണ്. പെഡിലാന്തസ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പെഡിലാന്തസ് കേളി പിങ്ക് ആണിത്. ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ ലീഫിൽ വരുന്ന, ചെറിയൊരു സൺലൈറ്റ് കിട്ടിയാൽ തന്നെ ഒരു പിങ്ക് കളറിലൊക്കെ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് പനാമ റോസ് ഓറഞ്ച് ആണ്, അല്ലെങ്കിൽ റൗണ്ടലേഷ്യ എന്ന് പറയും. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണ്. അതുപോലെ ലീഫിനൊക്കെ നല്ല കട്ടിയാണ്. അപ്പോൾ ഇതാണ് സെയിലിനുള്ള അടുത്ത പ്ലാന്റ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് വെർബീന പ്ലാന്റ്സ് ആണ്. വെർബീനയുടെ വയലറ്റ് കളറാണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇത് വെർബീനയുടെ നാടൻ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നിൽക്കും. നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നശിച്ച് പോകാത്തൊരു പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് വെർബീന പ്ലാന്റ്സ്. ഇതിൻ്റെ ഒരു 4-5 കളർ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും സ്റ്റോക്കില്ല. വയലറ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പാസിഫ്ലോറയുടെ റെഡ് ആണ്. നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണിതും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ബേബി സൺറോസ് പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. റെഡ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. ഈ ഒരു പ്ലാന്റിൽ കാണാം നമുക്ക് പൂക്കൾ. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഈ ഒരു മുല്ലയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്ത പ്ലാന്റ് ബേബി ടിയറിൻ്റെ ഒരു റെഡ് കളറിൽ വരുന്ന പ്ലാന്റാണ്. ഹാങ്ങിങ് പ്ലാന്റാണ്. അതുപോലെ നല്ല ഭംഗിയാണ്. ഒരു പീലിയ വെറൈറ്റിയാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ചെറിയ പ്ലാന്റ്സ് ആണ്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ ആവുന്ന പ്ലാന്റ് ആണ്. ഇതിൽ തന്നെ പൂക്കളുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഈ ഒരു സൈസിൽ തന്നെ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹണിസക്കിൾ പ്ലാന്റ് ആണ്. നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റ് ഒക്കെ പോലെ 2-3 കളറിലാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുക. യെല്ലോ കളറും വൈറ്റ് കളറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് പെനിവേർട്ട് പ്ലാന്റ് ആണ്. പെനിവേർട്ട് നമുക്ക് ഇൻഡോറിലും അതുപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ജെട്രോഫ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് കുറച്ച് വലുപ്പം വയ്ക്കുന്ന പ്ലാന്റ്സ് ആണ്. പക്ഷേ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത്. വേരിഗേറ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ലീഫും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു ഹോയ വെറൈറ്റിയാണ്. ചെറിയ ലീഫിൽ വരുന്ന ഹോയ പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് ലോറോപെറ്റലം പ്ലാന്റ് ആണ്. ലോറോപെറ്റലം പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ലീഫും അതുപോലെ പൂക്കളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലോറോപെറ്റലം. ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ലോറോപെറ്റലം പ്ലാന്റ്സിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ 2 വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിലുണ്ട്. ആദ്യത്തേത് ഈ ഒരു ഗ്രീൻ ടൈപ്പ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 15 രൂപയാണ്. അടുത്തത് ഈ ഒരു വേരിഗേറ്റഡ് വെറൈറ്റി ആണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സ് ആണ്. അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം പ്ലാന്റ് ആണ്. മെക്സിക്കൻ ഫ്ലെയിമിൻ്റെ പൂക്കളാണിത്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. നല്ലൊരു ഡാർക്ക് ഓറഞ്ച് നിറത്തിൽ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള മെക്സിക്കൻ ഫ്ലെയിമിൻ്റെ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് വേരിഗേറ്റഡ് സൈപ്രസ് പ്ലാന്റ് ആണ്. സൈപ്രസിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ഒരു യെല്ലോ കളറിലാണ് ഇതിൻ്റെ വേരിഗേഷൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇനി കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് കുറച്ച് ചെറിയ ലീഫിൽ വരുന്ന ബുഷായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു സിൽവർ കളർ. നല്ല ഭംഗിയാണ് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് കാണാൻ. കുറച്ച് വലുപ്പമുള്ള ലീഫ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റിനും 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് കുറച്ച് റയറായിട്ട് കാണുന്ന ടൈപ്പ് ഒരു ബിഗോണിയാണ്. ഇതുപോലെ ബുഷായിട്ട് നിൽക്കും. അപ്പോൾ ഈ ബിഗോണിയയ്ക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിനും റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് ഈ ഒരു ബിഗോണിയ കുറച്ചൊരു കേളി ടൈപ്പായിട്ട് ലീഫ് വരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത ബിഗോണിയ ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിനും റേറ്റ് വരുന്നത് 60 രൂപ തന്നെയാണ്. അടുത്തത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും 60 രൂപ തന്നെയാണ്. അടുത്തത് ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കുറച്ച് കോമൺ ആയിട്ട് കാണുന്നതാണെങ്കിലും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിനും റേറ്റ് വരുന്നത് 60 രൂപ തന്നെയാണ്. അടുത്തത് ഈ ഒരു ബിഗോണിയാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് ബിഗോണിയല്ല. ഇതിൻ്റെ കുറച്ചുകൂടി ഒരു വേറൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളൊരു മെസ്സേജ് അയച്ചോളൂ. അതുപോലെ നമ്മളിനി കുറച്ച് വലിയ ബിഗോണിയ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. 8 ഇഞ്ച് പോട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം.
പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. നമുക്ക് സ്ഥലപരിമിതി അതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുകയാണ്. ഇതൊക്കെയാണ് പ്ലാന്റ്സ്. കുറച്ച് വെറൈറ്റിയേ ഉള്ളൂ. കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സ്. നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് അതുപോലെ അതിൻ്റെ വെറൈറ്റിയൊക്കെ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള പ്ലാന്റ്സ് ആണ്. കുറേ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ഇത് ഡയറക്റ്റ് സെയിൽ മാത്രമേ ഉള്ളൂ, കൊറിയർ ചെയ്യില്ല. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഇവിടെ വന്ന് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിച്ചു തരാൻ പറ്റും. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ളതാണ്. ബിഗോണിയ പ്ലാന്റ്സ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബിഗോണിയ പ്ലാന്റ്സ് വാങ്ങുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ വന്നോളുക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. വീണ്ടും പറയുന്നു, നമ്മൾ DTDC വഴി മാത്രമാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നത്. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അതുപോലെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യരുത്. മെസ്സേജ് അയച്ചാൽ ഞാനത് സമയം പോലെ നോക്കി റിപ്ലൈ തന്നോളാം. അതുപോലെ നിങ്ങൾ പ്ലാന്റ്സ് ആവശ്യപ്പെട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാങ്ങിയ ശേഷം നിങ്ങൾ പിന്നീടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു മെസ്സേജ് ഇടുക. പ്ലാന്റ്സ് സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.